ഹലോ മൈ ഡിയേഴ്സ്, അപ്പോൾ ഇന്നൊരു കറണ്ട് ഇല്ലാത്ത രാത്രി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സമയം 8:50 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും കുക്കിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. ഇനി എപ്പോഴാണ് കറണ്ട് വരികയെന്ന് അറിയില്ല. നല്ല കാറ്റും ഇടിവെട്ടും മഴയൊക്കെ ആയിട്ട് അവിടേക്ക് പോസ്റ്റ് വീഴലും തെങ്ങ് വീഴലൊക്കെ ആയിട്ട് അതൊക്കെ എനിക്ക് റിപ്പയർ ആക്കിയിട്ട് കറണ്ട് വരുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇഡലിയും ചിക്കൻ കറിയൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ അതേ മേമ ഒരു കല്യാണത്തിന് പോയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ തുണികൾ അലക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ മഴച്ചാറ്റിൽ കൊള്ളുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാണ് കേട്ടോ. അപ്പോൾ അതേ കറണ്ട് ഇല്ലാതെ തന്നെ നമ്മൾ കുക്കിംഗ് ചെയ്യണം. അപ്പോൾ നമുക്ക് കറണ്ട് ഇല്ലാത്തൊരു ദിവസം അല്ലെങ്കിൽ ഒരു ഗ്യാസ് കഴിഞ്ഞൊരു ദിവസം പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതൊക്കെ ഇല്ലാതെ നമ്മൾ ഇരുന്ന സമയം ഉണ്ടായിട്ടുണ്ട്, കറണ്ട് ഇല്ലാതെയും ഗ്യാസ് ഇല്ലാതെയും ഉള്ള സൗകര്യത്തിലൊക്കെ. പക്ഷെ കാലം ഓടുമ്പോൾ കാലം മാറുമ്പോൾ കോലം മാറണം എന്ന് പറഞ്ഞ പോലെ, നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞ പോലെ ഓരോ സൗകര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മുമ്പ് ജീവിച്ച ആ ഒരു ജീവിത രീതിയിൽ നിന്ന് വ്യത്യാസം വരുമ്പോൾ അതില്ലാത്തൊരു നേരം നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം അത് ഇപ്പോഴും ഇല്ലാത്ത വീടുകളിൽ ഞാൻ അവരെ പറ്റി ഓർക്കാറുണ്ട് കേട്ടോ. കറണ്ട് ഇല്ലാതെയും ഗ്യാസ് ഇല്ലാതെയൊക്കെ എന്താ പറയുക, ഞാൻ +1 പഠിക്കുന്ന സമയത്ത് പോലും കറണ്ട് ഇല്ലാതെ മണ്ണെണ്ണ വിളക്കിൽ പഠിച്ച ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. തൊട്ട വീട്ടിൽ അസൈൻമെൻറ്റും പ്രൊജക്റ്റും നോട്ട്സൊക്കെ എഴുതാൻ പോയ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ഓർക്കാറുണ്ട്. എല്ലാ ഇല്ലായ്മ വല്ലായ്മകളും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വളർന്നത്. അപ്പോൾ ഇനി ഭാവിയിൽ നമ്മൾ ബുദ്ധിമുട്ടിയ പോലെ നമ്മുടെ മക്കളെ ബുദ്ധിമുട്ടാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന പേരൻസ് ആയിരിക്കും എല്ലാവരും അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഓരോ സൗകര്യങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട്, ബാക്കിയുള്ള പണികളൊക്കെ നടക്കട്ടെ. അപ്പോൾ ബൈ.